കെ-സ്വിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമോ? എസ്റ്റാബ്ലിഷ്മെന്റ് നടത്താൻ കെ-സ്വിഫ്റ്റ് മാത്രം പോരാ. എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങാൻ നമുക്ക് കെ-സ്വിഫ്റ്റ് മാത്രം മതി. അതായത് കെ-സ്വിഫ്റ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് നാളെ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങാൻ കഴിയും. പക്ഷേ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ട എല്ലാവിധ പേപ്പർ വർക്കുകളും കെ-സ്വിഫ്റ്റിന്റെ കാലാവധി കഴിയുന്നതിന് മുമ്പായി കൊണ്ട് നമ്മൾ പൂർത്തീകരിച്ചിരിക്കണം എന്നാണ് കെ-സ്വിഫ്റ്റിന്റെ ലക്ഷ്യം. ഉദാഹരണത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട ഒരു സംരംഭമാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ അത് കുറച്ച് സമയം എടുത്ത് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. സ്വാഭാവികമായും നമ്മൾ ഇന്ന് ആപ്ലിക്കേഷൻ കൊടുത്താൽ 1 മാസമോ 2 മാസമോ എടുത്ത് ആയിരിക്കും ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആവുക. ഈ കാലയളവിൽ സംരംഭം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെ-സ്വിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ട് ആരംഭിക്കുന്നത്. ചുരുക്കത്തിൽ കെ-സ്വിഫ്റ്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നമുക്ക് സംരംഭം ആരംഭിക്കാൻ കഴിയും, പക്ഷേ നടത്തി കൊണ്ടുപോകാൻ കഴിയില്ല. കെ-സ്വിഫ്റ്റിന്റെ കാലാവധി കഴിയുന്നതോടുകൂടി നമ്മൾ മറ്റെല്ലാ രേഖകളും ഉണ്ടാക്കിയിരിക്കണം എന്നാണ് യാഥാർത്ഥ്യം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക.